ഹലോ, ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ളൊരു മിനി വ്ളോഗാണ്. എങ്ങട്ടാ പോണേ? ഷൂജിട്ടാ പോവാണേ? എങ്ങട്ടാ പോണെന്ന് സുന്ദരിയായിട്ട്? ഈ സുന്ദരിയായിട്ട് എങ്ങട്ടാ ഷൂജിത്താനാ? എങ്ങട്ടാണ്? എങ്ങട്ട് പോണു? ബൂല എങ്ങട്ട്? ബൂലാണ് പോണേ? ആമി നേരം വൈകി എണീച്ച് 10 മണി കഴിഞ്ഞല്ലോ. ചാവടിക്ക് പോയിട്ട് ബൂല ബൂല എങ്ങട്ട്? നീ എങ്ങട്ടാ പോണേ? പിന്നെ ആമിമോക്ക് ചായ കൊടുക്കുകയാണ്. ഇന്ന് കഴിക്കത്തായപ്പോൾ ഒന്ന് ഫോണ് കൊടുത്തതാണ്, എല്ലാം കൊടുക്കലൊന്നുമില്ല. പിന്നെ പോവാനായപ്പോഴാണ് വിറ്റാമിൻ്റെ തോന്നുന്നത് എന്തോ ഒരു മരുന്ന് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ് തുമ്പിമോക്ക്. പിന്നെ കുറി ഇടാൻ മറന്ന്, അപ്പോൾ കുറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പോഴാണ് എവിടുന്നോ കണ്ണാട കിട്ടിയിരിക്കണേ. ഇവിടെ കണ്ണാട തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് തിരഞ്ഞപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് കാണിക്കാൻ അവൾ വന്നതാണ്. അത് വെച്ചിട്ട് അവൾക്ക് കാണുന്നില്ല. അപ്പോൾ അത് താഴത്തെക്കൂട്ടിയൊക്കെ ഇങ്ങനെ നോക്കുക. ഞാനും ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഏട്ടയുണ്ട്, ഏട്ട അവിടെ കൊണ്ടാക്കി തരും. ഞാൻ വീഡിയോ എടുത്തേ, ചിരിക്കണ വീഡിയോ എടുത്തേക്കാ. പിന്നെ കാറ് കയറിയപ്പോൾ അവളിങ്ങനെ നോർത്തേക്ക് നോക്കി. ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല, അവളങ്ങനെ ഇരുത്തണം. അപ്പോൾ കുറച്ച് നമ്മൾ കയറിനപ്പോൾ അങ്ങനെ ഇരുത്തി. ഇങ്ങനെ ഇരുന്ന കാഴ്ച കാണൂലല്ലോ, അതുകൊണ്ട്. ഇങ്ങനെ എടുത്തപ്പോൾ അവളെ ഹാപ്പി ആയിട്ടോ. അപ്പോൾ അവളത് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോകാൻ നല്ല ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പോൾ അവളത് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. മേലെയാണ് ഉള്ളത്. അപ്പോൾ മേലേക്ക് നടക്കുകയാണ്. അവിടെ എത്തി നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിമോൾ ഉറങ്ങുകയും ചെയ്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കത്തിലിരുന്ന്. നല്ല തിരക്കുണ്ട്. ലേറ്റ്സൊക്കെയാണ് വീട്ടിലെത്താൻ. 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്താനൊക്കെ നല്ല തിരക്കിരുന്ന്. പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചേച്ചി. പിന്നെ അവർ കയറി. സൂചന കുത്തനൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവളത് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ അവിടെ ഫാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഫാനൊക്കെ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ പറയുന്നു. ഇവിടെ ആയാലും ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഇടിയിപ്പിക്കും, ഓരോന്ന് പറഞ്ഞിട്ട് ഇടിയിപ്പിക്കും. പിന്നെ അത് സൂചി കുത്തി. അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല, കുത്തുമ്പോൾ ഒരു കരച്ചിലുണ്ടായിരുന്നു എന്നുള്ളൂ. പിന്നെ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഓട്ടോയിലാണ് പോയത്. വേറെ കുട്ടികൾ കരയുമ്പോൾ അവൾ അവിടേക്ക് ഇങ്ങനെ നോക്കിയൊക്കെയായിരുന്നു. ഷൂജ് കുത്തിയാ? ഷൂജ് കുത്തിയിട്ട് കഞ്ഞില്ലല്ലോ, നല്ല കുട്ടിയായില്ലേ? പൊന്ന് കഞ്ഞില്ലല്ലോ തുമ്പി. പിന്നെ ആമിമോൾ അതവിടെ എന്താ പറയുക, ഷാളൊക്കെ എടുത്ത് ഡാൻസ് കളിക്കുകയാണ്. അവൾക്ക് കുത്തിയിട്ട് അന്നൊന്നും വേദന, പിച്ചിന്ന് ചെറുതായിട്ട് കാലിങ്ങനെ ഇതാക്കുമ്പോഴൊക്കെ വേദന ഉണ്ടായിരുന്നു. പിന്നെ അത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കാല് അനക്കുമ്പോൾ ചെറുതായിട്ട് വേദനയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ അത് ചേച്ചി അവൾക്ക് ചോറ് അരച്ച് കൊടുക്കുകയാണ്. ഇപ്പം കയറ്റത്ത് അവൾക്ക് വിശന്നിട്ട് രണ്ടാളും കരയാം. ആമിമോക്ക് വിശന്നിട്ട് തുമ്പിമോക്ക് കാല് ചെറുതായിട്ട് വേദനിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതാ വല്യമ്മൻ്റെ കൂടെ പോയി എന്തൊക്കെയും ബിസ്ക്കറ്റ്സും ലേസും എന്തൊക്കെയോ ഭയം കൊണ്ട് നിൽക്കണേ.
അമ്മി ഇപ്പം ഞങ്ങൾ പോണത് ഞാനും അമ്മയും മോളും ഉണ്ട്. അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കുന്നുംപുറം എന്ന് പറയും. അപ്പോൾ ഞാൻ കണ്ടിട്ട് പോകുമ്പോൾ ആമി ഉണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ ഓട്ടോറിക്ഷയിലാണല്ലോ പോകുന്നത്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവളും ഉണ്ട്. അമ്മി എങ്ങട്ടാ? ആത്മിക Where are we going? ഇങ്ങോട്ട് നോക്കി പറ. വെല്ലാമ്പലത്തേക്ക് അങ്ങോട്ട് നടന്നു. അവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് വിചാരിച്ച് സാധനം വാങ്ങാണ്ടേന്ന്. അപ്പോൾ അതാ ബേക്കറിയിൽ കയറി. അമ്മ അവിടെ വാങ്ങുന്നുണ്ട്, ഞാൻ അവിടെ വീഡിയോ എടുക്കണ്ട. ആമിമോള് എന്തെടുക്കണം എന്നുള്ളതിലാണ്. അപ്പോൾ അത് അവക്കവിടെ എത്തിയപ്പോൾ ദാഹം. അപ്പോൾ ദാഹിച്ചപ്പോൾ അമ്മ ഫ്രൂട്ടി എടുത്തോന്ന് പറഞ്ഞേ. അവൾ എന്തൊക്കെയോ നോക്കണം, എന്താ എടുക്കുക എന്നുള്ള നോക്കുകയാണ് തോന്നണേ. ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇത് മതിയോ രാമിയെ? കുടിക്കോ പട്ടാ? വേണ്ട, കുടിക്കാത്ത കൊടുക്കണ്ട. വെറുതെ എടുക്കും. ഊമ്പി കുടിക്കണ ഇല്ല. ഇല്ല, അച്ചുട്ടന് വേണ്ട. നമുക്ക് 50-50 ആക്കാം. 50-50 ആക്കാം. അച്ചു ഇത് പിടിക്ക്, ഇത് പിടിക്ക്. ഇതിപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രൂട്ടി എടുക്കും എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് പിന്നെ വേണ്ടാന്ന് തന്നത് ആമി. പിന്നെ ഞങ്ങൾ ഓട്ടോ കയറി. അവൾ ഫ്രൂട്ടി അവിടെ നിന്ന് തന്നെ പകുതി കുടിച്ചിരിക്കുകയാണ്. പിന്നെ എന്തായാലും പകുതി അടച്ചങ്ങാണ്ട് ബാഗിൽ വെച്ചേക്കണ്. കുറച്ച് കണ്ട് കുടിക്കാനാവും. അമ്മേൻ്റെ ബാഗിലുണ്ട് വെക്കണ്. പിന്നെ അവിടെ ഒരു നായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. ആമിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, എന്നെ കണ്ടിട്ട് അവൾക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. കപ്പയും ചിക്കനും മിക്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ നടക്കുകയാണ്. അവിടെ കുറച്ച് നടന്നാലേ വണ്ടി കിട്ടുള്ളൂ, ഓട്ടോ ആക്കി. അപ്പോൾ അവിടെ ഒരു കട ഉണ്ട്. അവിടെ കട ഉണ്ടല്ലോ, അപ്പോൾ ആമിക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അത് അവൾ എന്തൊക്കെയോ വാങ്ങിക്കണ്, എന്തോ ജെല്ലും ചോക്ലേറ്റ്സും പിന്നെ ഓക്കെയും അങ്ങനെ അത് എന്തൊക്കെയോ വാങ്ങിയൊക്കെ ചെയ്തിരിക്കണം. എനിക്കും തന്നിക്കണം കേട്ടോ, അതായി ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കണേ. പിന്നെ ഞങ്ങൾ വെല്ലിയാമ്പലത്ത് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നടന്ന് കുറച്ച് പൊരിക്കടിയൊക്കെ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ അതാ ബോണ്ടി, സമൂസ. അവിടുത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അവിടുത്തെ നല്ല ടേസ്റ്റാണ് വെല്ലിയാമ്പലത്തുള്ള പൊരിക്കടി. അതിൽ ചട്ടിനിയും ഉണ്ടാവും, മയോണൈസും ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ അവിടെ കഴിക്കുകയാണ്. പിന്നെ ട്യൂഷൻ കുട്ടികൾ വന്ന് ബോണ്ട, സമൂസ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിരുന്നു. നല്ല ടേസ്റ്റാണ് അവിടുത്തെ. ആ മയോണൈസും അതും ചട്ടിനിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അവിടുത്തെ ഇഷ്ടം. പിന്നെ രാത്രി ആയപ്പോൾ ആമിമോളെ പഠിപ്പിക്കുക. ഇന്ന് രാത്രി ആമിമോളെ പഠിപ്പിക്കാൻ എടുത്തത് ഏട്ടനാണ്, അവിടെ മാമനാണ്. ഞങ്ങളാകുമ്പോഴാണ് അവൾക്കൊരിത്. അപ്പോൾ അവൾക്ക് ബാത്റൂം പോകാനുണ്ടാവും, വെള്ളം വേണം, വിശപ്പുണ്ടാവും, മുദ്ര വയ്ക്കാനൊക്കെ ഉണ്ടാവും. ഏട്ടനാകുമ്പോൾ ഒന്നും ഉണ്ടാവും. ഇന്ന് ഏട്ടനാണ് പഠിപ്പിക്കാൻ എടുത്തത്. അതുകൊണ്ട് പിന്നെ നല്ല കുട്ടിയായിട്ട് എല്ലാ ഹോംവർക്കൊക്കെ എഴുതി കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയതെന്ന്.